ഹായ് ഹലോ നമസ്കാരം. ജെയിംജിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ ചുരുക്കം അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഉണ്ട്. ആദ്യം തന്നെ അത് പറഞ്ഞു പോവാം. അതായത് പ്രഭാസ് നായകനായിട്ട് വരുന്ന കൽക്കി 2898 AD എന്ന് പറഞ്ഞ സിനിമ. സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ഒറ്റ ഗ്ലിംസ് വീഡിയോ ഉണ്ട്. ഇതിന്റെ ആദ്യം പോസ്റ്ററൊക്കെ വന്നപ്പോൾ കുറെ ആളുകൾ വളരെ മോശം എന്ന് പറഞ്ഞ സംഭവമായിരുന്നു. അയൺമാൻ സ്യൂട്ട് ഇട്ട് വന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ സിനിമയായിരുന്നു. പക്ഷെ ഗ്ലിംസ് വന്നതോടുകൂടി എല്ലാവരുടെയും പ്രതീക്ഷ മാറി. സിനിമ വേറെ ലെവലിലേക്ക് പോയി തന്നെ വേണം പറയാൻ. ആ സിനിമയിലെ പ്രഭാസിന്റെ ആ ഒരു നായക കഥാപാത്രത്തിന്റെ പേര് വന്നിട്ടുണ്ട്. ഭൈരവ എന്നാണ് പേര്. ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട്. പോസ്റ്റർ കണ്ടില്ലേ? എനിക്ക് ഈ പോസ്റ്റർ കണ്ടപ്പോൾ ആദ്യം തന്നെ നോട്ടം ഇത് പുള്ളിന്റെ ട്രൈസെപ്സിലേക്കാണ്. ആ ഒരു രണ്ട് ബ്ലാക്കിൽ വരയൊക്കെ വരച്ചില്ല ട്രൈസെപ്സ്. എന്താ മസിൽ. എന്നിട്ട് ഇൻട്രൊഡ്യൂസിങ് ഭൈരവ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൽക്കി 2898 AD. കിടിലൻ ലുക്കിലാണ്. എന്തായാലും പ്രഭാസിന്റെ ഒരു വലിയ കംബാക്ക് സലാറായിരിക്കും നമ്മൾ പറഞ്ഞു. പക്ഷെ അതും പല ആളുകളും മോശം പറഞ്ഞതുകൊണ്ട് ഒരു ആവറേജ് റിവ്യൂ ആണ് സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. എന്നാൽ പോലും വിചാരിച്ചത്ര രീതിയിലേക്ക് വന്നിട്ടില്ല. KGF മറ്റൊരു വേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആളുകൾ കളിയാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കൽക്കി പക്ഷേ അതിൻ്റെയൊക്കെ എത്രയോ മുകളിൽ പോകുന്നു പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്കത് തന്നിട്ടുള്ള ഗ്ലിംസ് എന്നുള്ള പ്രതീക്ഷ അത്രയും മുകളിലാണ്. സോ അതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. രണ്ട്, ഒരൊറ്റ സിനിമ കൊണ്ട്, അതായത് ഇന്നാ താൻ കേസ് കൊടുന്ന് പറഞ്ഞ ഒരൊറ്റ സിനിമ കൊണ്ട് വേറെ ലെവലിൽ എത്തിയിട്ടുള്ള രണ്ട് ആളുകളുണ്ട്. അതായത് നമ്മുടെ ടീച്ചറും കാമുകനും. അവരുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു പ്രണയത്തിലാണെന്ന് പറഞ്ഞിട്ടൊക്കെ വലിയ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊരു സിനിമയാണെന്ന് പിന്നീട് പല ആളുകളും അറിഞ്ഞു. ഇപ്പോഴും അറിയാത്ത ആളുകൾ ഉണ്ടാവും. എന്തായാലും ഇങ്ങനൊരു പോസ്റ്റർ മമ്മൂട്ടി കമ്പനിയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അത് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ പുള്ളിക്കാരൻ തന്നെയാണ് ഇത് രചനയും സംവിധാനമൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. പ്രൊഡക്ഷൻ നമ്മുടെ ഗോകുലം ഗോപാലനാണ് തോന്നുന്നു. എന്തായാലും നല്ലൊരു കിടിലൻ പോസ്റ്റർ വന്നിട്ടുണ്ട്. നല്ല സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള പല സംഭവങ്ങളും അവർ ഒരുമിച്ച് കൈ പിടിച്ച് പോകുന്ന നമ്മളെ കാണിച്ചിട്ട് എന്താ പറയാ, അത് പ്രീ വെഡിങ് ഷൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആളുകൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും സിനിമയാണ്. ഒഫീഷ്യലി അവരിത് പുറത്ത് വിട്ടതുമാണ്. എന്തായാലും ഇപ്പം മമ്മൂട്ടി കമ്പനി ഇങ്ങനെ ഒരു പോസ്റ്റർ കൂടെ വിട്ടതിന് ശേഷം സംഭവം നൈസാണ്. കാണുമ്പോൾ തന്നെ അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു രസം ഫീൽ ചെയ്യുമല്ലോ. അവരുടെ അഭിനയം അങ്ങനെ ഇരുന്നാൽ കേസ് കൊടുക്കുന്ന സിനിമയിൽ. എന്തായാലും സിനിമ വരട്ടെ, എന്റെ ട്രെയിലറും ടീസറും വരട്ടെ, അപ്പൊ കണ്ടറിയാം. അടുത്തത് മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരൊറ്റ മനുഷ്യന്റെ പ്രസൻസും ഉണ്ട്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമയാണ് ഓസ്രം. ആ സിനിമ ഹിറ്റ് ആയതുകൊണ്ട് മാത്രം ഒന്നും ഞാൻ പറയുന്നില്ല, നല്ല സിനിമയാണ്. പക്ഷെ ആ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഭയങ്കരമായിരുന്നു. അതുണ്ടാക്കിയ ഇമ്പാക്റ്റും വളരെ വലുതായിരുന്നു. ആ സിനിമ എബ്രഹാം മൂസ്ലർ സ്ട്രീമിംഗ് ഹോട്ട്സ്റ്റാറിലൂടെ എന്നാണ് പറയുന്നത്. ഈ വരുന്ന മാർച്ച് 20 സിനിമ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കിടിലൻ സിനിമയായിരുന്നു. നല്ല അഭിപ്രായങ്ങൾ കേട്ടുള്ള സിനിമയായിരുന്നു. ചില ആളുകൾ മാത്രം അത് മോശം പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സിനിമയെ കുറിച്ച് എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമ്മൾ സ്പെഷ്യൽ അപ്പിയറൻസ് പറഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ പറഞ്ഞു. ഇനി അതുക്കും മേലെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് എന്റെ മനയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു ചിരിയും ചിരിച്ച് നമ്മൾ ഞെട്ടിച്ച സിനിമയാണ് ഭ്രമയുഗം. ഇനി സോണി ലിവിലേക്ക് സ്വാഗതം എന്നാണ് പറയുന്നത്. മാർച്ച് 15 മുതൽ സോണി ലിവിൽ സിനിമ സ്ട്രീമിംഗ് ആരംഭിക്കും. OTT. ഇനിയും ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. മസ്റ്റ് ആയിട്ടും അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് ഇരുന്ന് റൂമിലിരുന്ന് ആ ഒരു മൂഡിലൊക്കെ നമ്മൾ മൊബൈലിൽ ഇരുന്ന് കാണുകയാണെങ്കിലും അത് സംഭവം രസം തന്നെയായിരിക്കും. ലാലേട്ടന്റെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമ്പുരാനാണ്. നോ ഡൗട്ട്. അതിന് പല കാരണങ്ങളുണ്ട്. മുരളി ഗോപി തിരക്കഥ, ലൂസിഫർ എന്ന് പറഞ്ഞ ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് സിനിമ, അതിനേക്കാളൊക്കെ ഉപരി ഡയറക്ഷൻ പൃഥ്വിരാജ്, ലാലേട്ടന്റെ ഇത്രയും കാലത്തെ ഫ്ലോപ്പുകൾ, അതിനുശേഷം വരാൻ പോകുന്ന ഒരു വലിയ സിനിമ എന്നുള്ള പ്രതീക്ഷ, ഈ ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുള്ള സിനിമയാണ് എമ്പുരാൻ. എന്തായാലും 3rd ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജുവിന് പോസ്റ്റിട്ടുണ്ട്. ഡയറക്ടർ രാജുവേട്ടൻ കയ്യിൽ എന്താണ് ലെങ്സ് ആണോ അതോ കുടിക്കണ വെള്ളത്തിന്റെ എന്തെങ്കിലും സാധനമാണോ എനിക്കറിയില്ല. എന്തായാലും പ്രത്യേകിച്ച് വെറുതെ പറയില്ല. പുള്ളിയെ കോട്ടൊക്കെ ഇട്ട് എവിടെയോ ഉള്ള ഭയങ്കര ലുക്ക്. പിന്നെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ, അതേതാ, പോർച്ചുഗലാണ്, USA അല്ലേ? USA ഐ തിങ്ക്. തെറ്റുണ്ടെങ്കിൽ ദയവായിട്ട് തിരുത്തണം. എനിക്ക് അങ്ങനെയാണ് കണ്ടിട്ട് തോന്നിയത്. ഇംഗ്ലണ്ടാണ് USA ആണ്? USA തന്നെയാണ്. കൊടി കൊടുത്തിട്ടുണ്ട്. L2E എമ്പുരാന്ന് കൊടുത്തിട്ടുണ്ട്. എൻഡ് ഓഫ് ഷെഡ്യൂൾ 3. സോ ഷെഡ്യൂൾ 4 എവിടെയാണ് എന്തായിരുന്നത് എനിക്ക് പേഴ്സണലി അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ അതോടെ കമ്പനിയിൽ രേഖപ്പെടുത്തി. എന്തായാലും ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ് എമ്പുരാൻ, നോ ഡൗട്ട്. ഇനി മലയാള സിനിമയെ കുറിച്ച് അനുരാഗ് കശ്യപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് മലയാളം സംവിധായകരോട് എനിക്ക് അസൂയ തോന്നുന്നു. തുടരെ ഗംഭീരമായിട്ടുള്ള വൻ വിജയ സിനിമകൾ ചെയ്ത് ബോളിവുഡിനെ ഒരുപാട് പിന്നിലാക്കിയിരിക്കുന്നു മലയാള സിനിമ എന്നാണ് പറയുന്നത്. പണ്ടും മലയാള സിനിമ ഹെവി തന്നെയാണ്. പക്ഷെ അന്ന് ബോളിവുഡിൽ വമ്പൻ പടങ്ങൾ നിങ്ങൾ ചെയ്തപ്പോൾ നമുക്ക് അത്ര വലിയ ബജറ്റ് സിനിമകളൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ കുറച്ച് താഴെ പോയി എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ഇപ്പോ ഈ പറഞ്ഞതിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നു. ബോളിവുഡ് വളരെ മോശം അവസ്ഥയിലാണ്. ഈ നല്ല സിനിമകൾ മലയാളം ചെയ്യുന്നു എന്നുള്ളത്
എന്താ പറയുക, റീമേക്ക് എടുത്തിട്ട് പോലും തോന്നാണ് ചെയ്തു വെക്കുന്നത്. അതായത് ഒരു ബന്ധമില്ലാതെ പൊറിഞ്ചു മറിയത്തിന്റെ ഒക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ കേളി പറഞ്ഞു. റീലോഡ് മീഡിയയിൽ റീലോഡ് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ നമ്മൾ പുള്ളി ചെയ്തിട്ടുണ്ട്. കോമഡി ചിരിച്ചു ചാവും. അമ്മതിരി പരിപാടിയാണ് ചെയ്യുന്നത്. റീമേക്ക് എടുക്കുമ്പോഴെങ്കിലും അതുപോലെങ്കിലും അറ്റ്ലീസ്റ്റ് കോപ്പി അടിച്ച് ചെയ്താൽ പോലും നല്ല ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അല്ലെങ്കിൽ റീമേക്ക് ഉണ്ടാക്കുന്നത് നിർത്തുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞ പോലെ കമന്റ് രേഖപ്പെടുത്തുക. വായിക്കാം, ഒരു രസം. ഇനി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹിന്ദി സിനിമയാണ്. അതായത് 16 വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള അമീർ ഖാനും പിന്നെ കുഞ്ഞു പയ്യനും വന്നിട്ടുള്ള സിനിമ താരേ സമീൻ പാർ. ആ സിനിമ കണ്ട് കരയാത്ത ആളുകൾ ഉണ്ടാവുമെന്ന് വളരെയധികം ഡൗട്ടാണ്. ഞാൻ ഏറ്റവും കരഞ്ഞ സീൻ, ആ കുട്ടീനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് ആ കുട്ടി ഇങ്ങനെ ഇപ്പൊ വണ്ടി എടുക്കുന്നുള്ള പേടിയിൽ കുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അമ്മയും അച്ഛനും അനിയനൊന്നും ആ കുഞ്ഞിനെ നോക്കുന്നില്ല. കുഞ്ഞാണെങ്കിൽ അതുപോലെ വണ്ടിക്ക് നോക്കിക്കണം. വണ്ടി പോവാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഞ്ഞൊരു വിറക്കൽ വരുന്നുണ്ട്. അവിടുത്തെ മ്യൂസിക് സീരിയസ്ലി ഞാനൊരു കുറച്ചു നേരം ഞാൻ ഓഫാക്കി ഇരുന്ന് എനിക്ക് അത്ര ഞാൻ കരഞ്ഞു പോകുന്ന സിനിമയാണ് താരേ സമീൻ പാർ. നിങ്ങൾ ആ സിനിമയിൽ ഏത് ഭാഗത്താണ് നിങ്ങൾ ഇമോഷണലി അത്രയും നിങ്ങൾ കണക്ട് ആയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര സങ്കടം തോന്നുന്നുള്ളത്, നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. എന്തായാലും അമീർ ഖാൻ അന്ന് 12 കോടി ബഡ്ജറ്റിൽ അമീർ ഖാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. 100 കോടി അന്ന് കളക്ട് ചെയ്ത സിനിമയാണ്. അങ്ങനെ 16 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ടീം ഒന്നിക്കുന്നതാണ് പറഞ്ഞത്. മിക്കവാറും അത് താരേ സമീൻ പാർ 2 തന്നെ ആവും എന്നുള്ള രീതിയിൽ സംസാരം കേൾക്കുന്നുണ്ട്. ആ മോനൊക്കെ ഇപ്പോൾ ഒരുപാട് വലുതായിട്ടുണ്ടാവും. എന്നാലും മറ്റൊരു അത്തരത്തിലൊരു സംഭവം തന്നെ കൊണ്ടുവരാണോ അതോ ഇനി അത്രയും വലുതായ ഒരു കുഞ്ഞിന്റെ കഥ വീണ്ടും കൊണ്ടുവരാണോ എന്നറിയില്ല. അപ്പൊ അങ്ങനെയാണ് സംസാരം വരുന്നത്. ഒഫീഷ്യലി മറ്റുള്ള ഇൻഫർമേഷൻസ് ഒന്നും ലഭ്യമല്ല. എന്തായാലും ആ ടീം ഒന്നിക്കുന്നുള്ളത് സത്യമായിട്ടുള്ള വാർത്തയാണ്, കൺഫേം ആവും. ഇനി വീണ്ടും മമ്മൂക്ക, നമ്മൾ ബ്രഹ്മയുഗം പറഞ്ഞു, ഓസ്ലർ പറഞ്ഞു, വീണ്ടും മമ്മൂക്ക. അതായത് പ്രണയം എന്ന് പറയുന്നത് എന്താ പറയാ, ഈ പുരുഷനും സ്ത്രീയും തമ്മിലുള്ളത് മാത്രമല്ല എന്ന് കാണിച്ചു തന്ന ദ കോർ, കാതൽ, ദ കോർ എന്താണ് പ്രണയത്തിന്റെ എന്ന് കാണിച്ചു തന്ന ഒരുപാട് ആളുകൾ ഇന്ത്യൻ സിനിമ തന്നെ സംസാരിച്ച ഒരു സിനിമയായിരുന്നു. ജ്യോതിക നായികയായിട്ട് വന്ന മമ്മൂക്ക തകർത്തഭിനയിച്ച, ഒരു നോട്ടം കൊണ്ട് വരെ നമ്മളെ കരയിപ്പിച്ച കാതൽ ദ കോർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, എനിക്കത് കറക്റ്റ് ഡയലോഗ് ഓർമ്മയില്ല. അത് എനിക്ക് മാത്രമാണോ, നിങ്ങൾക്കും വേണ്ട, ആ പേര് എനിക്ക് എന്തായിരുന്നു പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. നിങ്ങൾക്ക് വേണ്ട നല്ലൊരു ജീവിതം നിങ്ങൾക്കും ഒന്ന് ശരിക്കും ജീവിക്കേണ്ടതെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തിയുള്ള സംഭവമാണ്. എന്തായാലും ഇമാജിൻ ഇന്ത്യ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മാഡ്രിഡ്, അതിലേക്ക് ഒഫീഷ്യൽ സെലക്ഷൻ ആ ഫെസ്റ്റിവലിലേക്ക് സിനിമയെ കിട്ടിയിട്ടുണ്ട്. വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എന്തായാലും സിനിമ അർഹിക്കുന്നതാണ്. ഇതിലും വലിയ അവാർഡുകൾ ഉണ്ടെങ്കിൽ അതും ലഭിക്കട്ടെ. അത്ര നല്ല സിനിമയാണ്, അത്ര നല്ല സബ്ജക്റ്റ് ആണ്. ഇനി പറയുന്നത് സത്യം പറഞ്ഞ ഒരു സങ്കട വാർത്തയാണ്. അതായത് തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമയുടെ ആ ഒരു ഗ്ലിംസ് ഭയങ്കര സംഭവമായിരുന്നു. വലിയ പ്രതീക്ഷയായിരുന്നു. വലിയ ഗായന്മാരാണ് അതിൽ ഒന്നിക്കുന്നത്. അതായത് ഉലകനായകൻ കമൽഹാസൻ, മണിരത്നം ആൻഡ് AR റഹ്മാൻ, ഇസൈ പുകല്ലേ, AR റഹ്മാൻ, ഇവരൊക്കെ ഒന്നിക്കുന്ന സിനിമയാണ്. അതിൽ നിന്നും നമ്മുടെ സ്വന്തം DQ ദുൽഖർ സൽമാൻ പിന്മാറി എന്നുള്ള സങ്കടകരമായിട്ടുള്ള വാർത്തയാണ്. പുള്ളിയുടെ മറ്റ് സിനിമകളിലെ തിരക്ക് കൊണ്ടാണ് പിന്മാറുന്നത് പറഞ്ഞത്. മലയാളത്തിലെ സിനിമകളിലെങ്കിലും പുള്ളി പാൻ ഇന്ത്യനാണ്. അത്രയും സിനിമകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയെ ഇന്ത്യ മുഴുവൻ അറിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. ആ ദൗത്യത്തിലാണ്, അതിന്റെ തിരക്കൊണ്ടാണ് മാറിയത്. ഓൾറെഡി ഇപ്പോൾ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സുധാ കോങ്കര വീണ്ടും സംവിധാനം ചെയ്യുന്ന സൂര്യചിത്രമായിട്ടുള്ള സൂര്യ 43 അതിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. സോ തഗ് ലൈഫിൽ അഭിനയിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് മലയാളികളുടെ അഭിമാനമായ DQ അതിൽ നിന്ന് പിന്മാറി. പക്ഷെ പുള്ളി ഉണ്ടെങ്കിൽ ഭയങ്കരമായിരുന്നു. പുള്ളിക്ക് മറ്റൊരു മൈലേജ് കൊടുക്കാൻ സാധ്യതയുള്ള സിനിമ കൂടിയായിരുന്നു. സത്യം പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടമാണ്. പുള്ളിക്കാരൻ നഷ്ടമെന്ന് വിചാരിക്കുന്നില്ല. ഞാൻ അത്തരം സിനിമകൾ വരുന്നുണ്ട്. നെക്സ്റ്റ്, നമ്മുടെ തലപതി വിജയ് സിനിമ നിർത്തി രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ദ ഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ആ സിനിമയുടെ ലൊക്കേഷൻ ഇങ്ങ് കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള വിജയ് ഫാൻസിന്റെ ഒരു പോസ്റ്റ് വന്നാണ് കേട്ടോ. ദ ഗോഡ് ടീം ഇൻ ടോക്സ് ടു ഷൂട്ട് സം പോർഷൻസ് അറ്റ് ട്രിവാൻഡ്രം എയർപോർട്ട് ആൻഡ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇൻ കേരള. ഹോപ്പ് എവറിത്തിങ് ഗോസ് വെൽ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന, ഒരു ജനസാഗരത്തിന് മുമ്പിൽ നിൽക്കുന്ന പുറകിൽ നിന്നുള്ള ഒരു ഷോട്ട് ഉണ്ട്. പുറകിൽ നിന്ന് കുത്തി തള്ളി കണ്ടിരുന്നാൽ മതി. എനിവേ ഗെറ്റ് റെഡി കേരള ഫാൻസ്, വി ആർ ഇൻ ഫോർ എ ട്രീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അന്ന് ജനസാഗരം മുഴുവൻ എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. എന്തായാലും കേരളത്തിൽ വരട്ടെ നമ്മുടെ തലപതി വിജയ്. നെക്സ്റ്റ്, മഹേഷ് ബാബു ഗുണ്ടൂർക്കാരൻ എന്ന് പറഞ്ഞ ഒരു കാരവും ഇല്ലാത്ത ആ സിനിമ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. പക്ഷേ പുള്ളി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രാജമൗലിയുടെ സിനിമയിലാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ എത്രമാത്രം ഉണ്ടെന്ന് അറിയാലോ. രാജമൗലി ചിത്രത്തിൽ മഹേഷ് ബാബു 8 വ്യത്യസ്ത ലുക്കുകളിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. MB29 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ബജറ്റിലാണ് ഒരുങ്ങുന്നത്. ഇതുവരെ വന്ന സിനിമകളെക്കാൾ ഏറ്റവും ഉയർന്ന ബജറ്റിലാണ് സിനിമ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ 8 വേഷത്തിൽ മഹേഷ് ബാബുവിനെ
പട്ടിണി കിട്ട് കൊല്ലു എന്നാണ് അറിയാൻ പറ്റാത്തത്. അപ്പൊ അതും അങ്ങനെ ഒരു സംഭവം. ഇനി പറയാനുള്ളത് മലയാള സിനിമയിലെ ഒരു പക്ഷേ വലിയ ബഡ്ജറ്റൊന്നും അങ്ങനെ സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ പോലും ആളുകൾ ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന ഒരു സിനിമ എന്ന് തന്നെ ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന, ഒരു പക്ഷേ നാഷണൽ അവാർഡ് വരെ നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്ന ഒരു സിനിമയാണ് ഗോട്ട് ലൈഫ്, ആട് ജീവിതം എന്ന് പറയുന്ന ബെന്യാമിൻ എഴുതിയിട്ടുള്ള നജീബിന്റെ പച്ചയായ കഥ, അദ്ദേഹത്തിന്റെ ചോര കൊണ്ട് എഴുതിയ കഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സിനിമ. സോ അതിന്റെ ഒരു പോസ്റ്റ് ഇന്നലെ രാജേഷ് ഇട്ടിട്ടുണ്ടായിരുന്നു, ദ ഗോട്ട് ലൈഫ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ആ പോസ്റ്റ്. അതായത് ആദ്യമായിട്ട് ഇവിടുന്ന് നജീബ് മണലാരങ്ങളിലെത്തി, അല്ലെങ്കിൽ ആ മരുഭൂമിയിലെത്തി ആദ്യമായിട്ട് ആ ചൂടും അവിടുത്തെ പ്രശ്നങ്ങളും ഒറ്റപ്പെടലും ഒക്കെ സഹിച്ചിട്ടുള്ള ആ ഒരു ഫസ്റ്റ് പോർഷൻ ആണ് തോന്നുന്നു. അത് അവിടുന്ന് വരുമ്പോഴുള്ള ലുക്കിലാണ്. അത്ര മെലിഞ്ഞിട്ടില്ല, ആ ലുക്ക് അത്ര മാറിയിട്ടില്ല, പക്ഷേ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ മുഖത്ത് കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അവിടെ എത്തിയിട്ടുള്ള ഫസ്റ്റത്തെ ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ള ആ സീനിൽ നിന്നുള്ളതായിരിക്കാം. അപ്പോൾ പോസ്റ്റ് ഇങ്ങനെ ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഓരോ പോസ്റ്റ് കാണുമ്പോൾ പ്രതീക്ഷ വലുതാണ്. എന്തായാലും ഈ സിനിമ ഹിറ്റ് ആയിട്ടില്ലെങ്കിൽ വേറൊരു സിനിമ ഹിറ്റ് ആക്കരുത്, അമ്മാതിരി പ്രതീക്ഷ എനിക്കുള്ളത്. എന്തായാലും പുള്ളിനെ കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നുണ്ട്. കാരണം മല്ലികാമ്മ ഓരോ സംഭവത്തിലും പറയുന്നുണ്ട് എത്ര മെലിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. ആ സംഭവം ഇതുവരെ അവർ പുറത്ത് വിട്ടിട്ടില്ല. അത് പുറത്ത് വിടുകയും ചെയ്യരുത്, ലീക്കായി പോലും വരുമെന്നാണ് ആഗ്രഹിക്കുന്നത്. സിനിമ കാണുമ്പോൾ തന്നെ ഞെട്ടണം, അത് ഭയങ്കര ആഗ്രഹമാണ്. ആൻഡ് ഈ വുമൻസ് ഡേ അല്ലെങ്കിൽ വിമൻസ് ഡേ പ്രമാണിച്ച് വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഓൺ അക്കൗണ്ട് ഓഫ് വുമൻസ് ഡേ we present to you a timeless love above all. Witness the God Life in theaters on 28 March 2024. മാർച്ച് 28 നോമ്പാണ്, പക്ഷെ സിനിമ കാണാതിരിക്കാൻ കഴിയില്ല. അത്ര വായനയിൽ എന്നെ ഉള്ളിലേക്ക്, നിങ്ങളെപ്പോലെ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു കഥാപാത്രമാണ്. സോ അത് കാണണം. സംഭവം ഇത് വേറൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ, ഈ നേരത്തെ പറഞ്ഞ പോലെ മണലാരണ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക്, ആ നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടുത്തെ പുഴയിലോ കുളത്തിലോ ഒക്കെ, കുളത്തിലാവാൻ സാധാരണ, കുളത്തിനാണ് പുള്ളി മണൽ വാരിയെടുക്കുന്ന സംഭവങ്ങളൊക്കെ, കുളത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആ കഥയിൽ. അപ്പൊ അവിടെ ഭാര്യയുമായിട്ടുള്ള ആ ഒരു സ്നേഹത്തോടെയുള്ള പ്രണയ നിമിഷങ്ങളിലൊന്ന് അല്ലേ, നല്ല രസമുണ്ട്. എന്തായാലും അമലാപ്പോൾ കുറെ കാലം ശേഷം മലയാളത്തിലേക്ക് വരികയാണ്. അഭിനയം എന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയാം, നല്ല അഭിനയമാണ്, അതിലൊന്നും ഡൗട്ടില്ല. രണ്ടുപേരും കൂടെ ഒരു കോംബോ വരുമ്പോൾ എന്തായിരിക്കും നമുക്ക് കണ്ടറിയാം. എന്തായാലും വളരെയധികം പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. കാരണം ഞാൻ പേഴ്സണലി അത്രയധികം പ്രതീക്ഷയോടെ കാണുന്ന ഒരു സിനിമയാണ് അത്. എന്താ പറയുക, നമ്മൾ ഇതുവരെ കാണുന്ന സിനിമകൾ പോലെ അല്ല, അതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന സിനിമയാണ്. ഒരു മാസെന്നോ ക്ലാസ് എന്നോ ഒക്കെ അപ്പുറം ക്ലാസ് ആയിരിക്കും, പക്ഷെ മാസ് അല്ല. കുറെ പാട്ടുകൾ കൊണ്ട് മാത്രമല്ല, മ്യൂസിക്കിന്റെ മാജിക് തന്നെ കാണാം. പക്ഷെ അതിനപ്പുറത്തേക്ക് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന നടന്റെ മറ്റൊരു വേർഷൻ കാണാൻ പറ്റും. മാത്രമല്ല മലയാള സിനിമയുടെ തന്നെ മറ്റൊരു മുഖം ഒരു പക്ഷേ ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ പറ്റും, ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞ അപ്ഡേറ്റുകൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് തീർച്ചയായും കമന്റ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്തത് ഏത് സിനിമയാണെന്നുള്ളതും മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കമന്റ് രേഖപ്പെടുത്തി എൻ്റെ വീഡിയോകൾ, എൻ്റെ സംസാര രീതികളൊക്കെ മാറ്റാൻ എന്നെ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും.